കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. സാധാരണ അധികമാരും ഉണ്ടാക്കാത്ത കപ്പ വെച്ചൊരു അടദോശയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. കപ്പ കൊണ്ട് വ്യത്യസ്ത രുചിയിലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കാം. അതിലൊന്നാണ് ഈ അടദോശ. രാവിലെ ഇഡ്ലിക്കും ദോശയ്ക്കും പകരം ഇത്തരം വെറൈറ്റി റെസിപ്പികൾ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. മലയാളികളുടെ ഭക്ഷണമേശയിലെ ഇഷ്ടവിഭവമാണ് കപ്പ. പണ്ട് ഇവ നാടനായിരുന്നെങ്കിലും ഇപ്പോൾ കുറച്ച് സ്റ്റാർ വാല്യൂ ഒക്കെ കപ്പയ്ക്ക് വന്നിട്ടുണ്ട്. കപ്പ കൊണ്ട് നിരവധി വിഭവങ്ങൾ ഉണ്ടാക്കാം. കപ്പ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർ വളരെ കുറവായിരിക്കും. എന്തായാലും നമുക്ക് ഗുണങ്ങൾ അറിഞ്ഞു തന്നെ കപ്പ കഴിക്കാം. കപ്പയിൽ കൊളസ്ട്രോൾ ഒട്ടുമില്ല. ഹൃദയത്തിന് ആരോഗ്യം നൽകുന്നതോടൊപ്പം ഹൃദയാഘാതം, പക്ഷാഘാതം ഇവയ്ക്കുള്ള സാധ്യതയും കുറയ്ക്കുന്നു. കപ്പയിൽ വിറ്റമിൻ കെ ഉണ്ട്. ഇത് അൽഷിമേഴ്സ് വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു. കപ്പയിലടങ്ങിയ ഭക്ഷ്യനാരുകൾ ദഹനത്തിന് സഹായിക്കുന്നു. കപ്പയിലെ അയൺ, കാൽസ്യം, വൈറ്റമിൻ കെ എന്നിവ എല്ലുകൾക്ക് സംരക്ഷണം നൽകുന്നു. കപ്പയിലടങ്ങിയ പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിച്ചു നിർത്താൻ സഹായിക്കുന്ന ഒരു ധാതുവാണ്. സോഡിയം വളരെ കുറവാണ് കപ്പയിൽ. ഫോളേറ്റ്, വൈറ്റമിൻ ബി തുടങ്ങി മറ്റു നിരവധി പോഷകങ്ങൾ കപ്പയിലുണ്ട്. ഗർഭസ്ഥ ശിശുവിനെ നാഡീവൈകല്യങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഇവ സഹായിക്കും. തലച്ചോറിൻ്റെ വികാസത്തിനും DNA രൂപപ്പെടലിനും ഇത് സഹായകമാണ്. ഗർഭിണിയെയും ഗർഭസ്ഥ ശിശുവിനെയും വിളർച്ചയിൽ നിന്ന് സംരക്ഷിക്കുന്നു. വിളർച്ചയുള്ള ഗർഭിണികൾക്ക് ഗർഭകാലത്ത് കപ്പ ഉപയോഗിക്കുന്നത് നല്ലതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് കപ്പ വെച്ചുള്ള അടദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിന് ആദ്യം 1 കപ്പ് പച്ചരി ഒരു ബൗളിലേക്കിട്ട് വെള്ളമൊഴിച്ച് 2-3 പ്രാവശ്യം കഴുകുക. അതിനുശേഷം അരി കുതിർന്നു വരുവാൻ ആവശ്യമായ വെള്ളമൊഴിച്ച് 1 മണിക്കൂർ വയ്ക്കുക. അടുത്തതായി 1 കപ്പ് തോല് കളഞ്ഞ് വൃത്തിയാക്കുക. അതിനുശേഷം ഗ്രേറ്ററിൽ ചീവിയെടുക്കുക. അരി കുതിർന്നു വന്നതിന് ശേഷം ഒരു മിക്സി ജാറിൽ 5 കാശ്മീരി മുളകും, നിങ്ങൾ സാധാരണ വറ്റൽ മുളകാണ് എടുക്കുന്നതെങ്കിൽ 3 എണ്ണം ചേർത്താൽ മതി. കാശ്മീരി മുളക് പൊടിക്ക് എരിവ് കുറവാണ്. നല്ല റെഡ് കളറാണ് ഇത് അരയ്ക്കുമ്പോൾ കിട്ടുക. ഇനി 1 സ്പൂൺ പെരിഞ്ജീരകവും 5 വെളുത്തുള്ളിയും 1 സ്പൂൺ കല്ലുപ്പും ചേർത്ത് അരയ്ക്കുക. വെള്ളം ഒഴിക്കാതെ അരയ്ക്കണം. ഇപ്പോൾ മസാല തരുതരിപ്പായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ച അരി വെള്ളമില്ലാതെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളമില്ലാതെ അരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ലേശം വെള്ളമൊഴിച്ച് അരയ്ക്കുക. അരി ഒരുപാട് അരയേണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ ചിരവി വെച്ച കപ്പ 1 കപ്പ് ചേർത്ത് കൊടുക്കുക. കപ്പ അരഞ്ഞ് നല്ല ഫ്ലഫിയായി വരും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരയ്ക്കാം. അരച്ച മാവ് ലേശം തരുതരിപ്പോടെയാണ് ഇരിക്കേണ്ടത്. ഇനി ഈ മാവ് ഒരു ബൗളിലേക്ക് മാറ്റാം. 1/4 സ്പൂൺ കായപ്പൊടി മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മാവിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സവാള ചെറുതായി മുറിച്ചതും ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൈകൊണ്ട് പൊട്ടിച്ച് ഇതിൽ ചേർക്കാം. മാവ് ദോശമാവിനേക്കാൾ കുറച്ച് കട്ടിയിലായിരിക്കണം. ഇനി കുറച്ച് മല്ലിയില കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. ഈ മാവ് പുളിക്കാനൊന്നും വെക്കേണ്ട. അരച്ച ഉടനെ തന്നെ അട ചുട്ടെടുക്കാം. അട ചുടുന്നതിന് മുമ്പ് നമ്മൾക്ക് ഒരു ചട്നി അരച്ചെടുക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ: 1 സവാള നുറുക്കിയത്, 1 തക്കാളി അരിഞ്ഞത്, 1 സ്പൂൺ കല്ലുപ്പ്, 1 സ്പൂൺ മുളക് പൊടി, 1 തണ്ട് കറിവേപ്പില എന്നിവയാണ്. ഈ ചേരുവകളെല്ലാം ഒരു മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുത്ത് അരയ്ക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അരയ്ക്കാം. അരച്ച ചട്നി ഇനി താളിച്ചെടുക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ അരത്തവി വെളിച്ചെണ്ണ ഒഴിക്കുക. തക്കാളി ചട്നി വെളിച്ചെണ്ണയിൽ താളിക്കുമ്പോൾ സ്വാദേറും. ഇനി എണ്ണ ചൂടാകുമ്പോൾ 1 സ്പൂൺ കടുക്, 1 സ്പൂൺ ഉഴുന്നുപരിപ്പ് എന്നിവ ചേർക്കുക. കടുക് പൊട്ടി ഉഴുന്നുപരിപ്പ് ചുവന്നു വരുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർക്കുക. 1/4 സ്പൂൺ കായപ്പൊടി കൂടി ചേർക്കാം. ഇനി അരച്ച തക്കാളി ചട്നി ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ചട്നി അരച്ച മിക്സിയിൽ കുറച്ച് വെള്ളമൊഴിച്ച് കലക്കി അതുകൂടി ഒഴിക്കാം. കായപ്പൊടി ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഈ ചട്നിക്ക്. നമ്മൾ വഴറ്റാതെയാണ് സവാളയും തക്കാളിയും അരച്ചത്. അതുകൊണ്ട് പച്ചമണം മാറുന്നത് വരെ ഈ ചട്നി തിളപ്പിക്കുക. നല്ല സ്വാദുള്ള ഈ തക്കാളി ചട്നി ഇഡ്ഡലി, ദോശ എന്നിവ കൂടാതെ വൈകുന്നേരത്തെ ബജ്ജി, ബോണ്ട തുടങ്ങിയ സ്നാക്സിനും നല്ലൊരു സൈഡ് ഡിഷാണ്. ചട്നി തയ്യാറായി. ഇനി നമ്മൾക്ക് അട ചുട്ടെടുക്കാം.
ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു ദോശക്കല്ല് വയ്ക്കുക. ദോശക്കല്ല് ചൂടായ ശേഷം കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക. നല്ലെണ്ണയാണ് ദോശ ചുടുവാൻ നല്ലത്. ഇനി ഒരു തവി മാവ് ഒഴിച്ച് ലേശം ഒന്ന് പരത്തുക. കുറച്ച് കട്ടിയിലാണ് ഈ അട തയ്യാറാക്കുന്നത്. ഇനി അട നല്ലപോലെ വെന്തു വരുവാൻ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ അടയിൽ ദോരമിട്ട ശേഷം നല്ലെണ്ണ ഒഴിക്കുക. ഇനി ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 വശവും ചുട്ടെടുക്കുക. അട വെന്തു വരുവാൻ കുറച്ച് സമയമെടുക്കും. 2 വശവും നല്ലപോലെ മുരിച്ചെടുക്കുക. ഇങ്ങനെ എല്ലാ അടയും ചുട്ടെടുക്കുക. 1 കപ്പ് പച്ചരിയും 1 കപ്പ് കപ്പ ചീവിയതും കൊണ്ട് 6 മീഡിയം സൈസിലുള്ള അടകൾ തയ്യാറാക്കാം. അടദോശ ചൂടോടെ കഴിക്കുന്നതാണ് നല്ലത്. നമ്മുടെ തക്കാളി ചട്നി ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ ചുട്ടുവെച്ച അട സെർവ് ചെയ്യാം. തക്കാളി ചട്നിയും കുറച്ച് ഇഡ്ഡലിപ്പൊടിയും ചേർത്ത് ഇത് കഴിക്കാം. ഇനി കപ്പ മേടിക്കുമ്പോൾ ഇങ്ങനെ അട തയ്യാറാക്കി നോക്കുമല്ലോ. വ്യത്യസ്ത രുചികൾ തേടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവും. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.